വിവേകവും ബുദ്ധിയുമുള്ള മനുഷ്യർ തന്റെ ചുറ്റുപാടുകളിൽ നിന്നും സന്ദേശങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ അതിൽ നല്ലത് എന്ന് തോന്നുന്നവ പകർത്തുന്നവരായിരിക്കും. നിസ്സാരമെന്ന് തോന്നുന്നവ പലപ്പോഴും വലിയ പാഠങ്ങൾ പകരുന്നവയായിരിക്കും. ജീവിതത്തിന്റെ പാഠശാലയിൽ നിസ്സാരമായി ഒന്നുമില്ല. പൗരാണിക ഇന്ത്യയിലെ കൂർമ്മബുദ്ധിയായ ചാണക്യന്റെ വീക്ഷണങ്ങൾ പ്രകാരം മൃഗങ്ങളിൽ നിന്നും മനുഷ്യന് പലതും പഠിക്കാനുണ്ട്. സിംഹം, പട്ടി, കഴുത, കൊക്ക്, കോഴി, കാക്ക തുടങ്ങിയ ജീവികളിൽ നിന്നും മനുഷ്യന് പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ വിശദീകരിക്കുന്നത് ഇങ്ങനെ. നമുക്കൊന്ന് സഞ്ചരിക്കാം. കരുത്തനായ സിംഹം കനത്ത ജാഗ്രതയോടെ ഇരയെ നിരീക്ഷിച്ച് സർവശക്തിയും സംഭരിച്ചാണ് ഇരയുടെ മേൽ ചാടി വീഴുന്നത്. താൻ ശക്തനാണ് എന്നത് സിംഹത്തെ ഒരിക്കലും ആലസ്യ മനോഭാവത്തിലേക്ക് നയിക്കുന്നില്ല. അതിശക്തനായാലും കഠിനാധ്വാനവും ജാഗ്രതയുമുള്ള മനസ്സാണ് ഒരു വ്യക്തിയുടെ നിലനിൽപ്പും വിജയവും എന്നത് സിംഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നായ അതിനു കിട്ടുന്ന ഭക്ഷണം യഥാസമയം ഭക്ഷിക്കുന്നു. എന്നാൽ ഒരു നേരം ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും പരാതിയൊന്നുമില്ല. കണ്ണടച്ച് സദാ ഉറങ്ങുകയാണെന്ന് തോന്നും. എന്നാൽ ചെറിയ ഒരു ശബ്ദം കേട്ടാൽ ചാടി എഴുന്നേറ്റ് ജാഗ്രത പുലർത്തുകയും ചെയ്യും. യജമാനനെ കണക്കറ്റ് സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി നായക്ക് സ്വന്തം വർഗത്തോട് തന്നെ ശത്രുത പുലർത്തേണ്ടി വരാറുണ്ട്. വിശ്വസ്തത, കൂറ്, ജാഗ്രത എന്നിവയിൽ നായയെ മനുഷ്യന് മാതൃകയാക്കാവുന്നതാണ്. കഴുതയിൽ നിന്ന് മനുഷ്യന് 3 കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കഴുത വിശ്രമവും മടിയുമില്ലാതെ ഭാരം വഹിക്കുന്നു, ജോലി ചെയ്യുന്നു. ഉഷ്ണം, തണുപ്പ്, കാലാവസ്ഥ ഏതായാലും ഒരുപോലെ കാണാൻ കഴുതയ്ക്ക് സാധിക്കുന്നു. ഏത് കാലാവസ്ഥ ആയാലും പ്രത്യേക പരിഗണന ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. എപ്പോഴും എവിടെയും സന്തോഷത്തോടെ നിലകൊള്ളുന്നു. നിലകൊള്ളാൻ കഴുതയ്ക്ക് സാധിക്കുന്നു എന്നും പറയാം. ഏകാഗ്രചിത്തനായി നിശ്ചലനായി തടാകക്കരയിൽ നിൽക്കുന്ന കൊക്ക് അഥവാ കൊറ്റി യാതൊരു മടുപ്പുമില്ലാതെ മത്സ്യത്തെ കാത്തു നിൽക്കുന്നു. ഒടുവിൽ തന്റെ കാൽച്ചുവട്ടിൽ വീഴുന്ന മത്സ്യത്തെ അനായാസം കൊത്തി വിഴുങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഒരിക്കലും ക്ഷമ നശിച്ച് കൊക്ക് മത്സ്യക്കൂട്ടങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് നടക്കാറില്ല. ഏകാഗ്രതയും ക്ഷമയുമാണ് കൊക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. അതിരാവിലെ ഉണർന്ന് മറ്റുള്ളവരെ കൂവി വിളിച്ചുണർത്തി കർമ്മരംഗത്ത് പ്രവേശിക്കുന്ന കോഴി ആഹാരം കണ്ടാൽ ഉടനെ അത് സ്വയം കഴിക്കുന്നതിന് പകരം തന്റെ കൂട്ടുകാരെ കൂടി വിളിച്ചു വരുത്തി പങ്കുവയ്ക്കുന്നു. സഹകരണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും വലിയ പാഠങ്ങൾ കോഴിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. കാക്കയുടെ കാര്യത്തിൽ 5 കാര്യങ്ങൾ മാതൃകാപരമാണെന്ന് ചാണക്യൻ പറയുന്നു. കാക്ക രഹസ്യമായാണ് ഇണയുമായി ബന്ധപ്പെടുന്നത്. ശ്രദ്ധാപൂർവം കൂട് നിർമ്മിച്ച് മുട്ട അടയിരുന്നു വിരിയിച്ച് ഭാവിയിലേക്കുള്ള കർമ്മങ്ങൾ കരുതലോടെ ചെയ്യുന്നു. കാക്ക സദാസമയവും ജാഗ്രത പുലർത്തുന്നു. എപ്പോഴും സംശയദൃഷ്ടിയോടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. എല്ലാത്തിലുമുപരി കാക്ക ശുഭാപ്തി വിശ്വാസിയാണ്. ആലോചിച്ചാൽ ഏറെ ആഴവും വ്യാപ്തിയുമുള്ള ഇത്തരം ചില കാര്യങ്ങളാണ് മൃഗങ്ങളിൽ നിന്ന് പഠിക്കാൻ ചാണക്യൻ സൂചിപ്പിക്കുന്നത്.